ഞാൻ നിങ്ങളുടെ മാനവ് മനോഹർ ഒറ്റപ്പനയിൽ ആൻഡ് നിങ്ങളുടെ സ്വന്തം പിങ്ക് യൂണിക്കോൺ. അപ്പം നമ്മൾ മതി. ഓ ശരി, പിങ്കി. അതെ, പിങ്കി. അപ്പം മാനവ് മനോഹർ ഒറ്റപ്പനയിലും പിങ്കിയും കൂടി ഇന്ന് ചില കാര്യങ്ങൾ കുറേ നാളുകളായിട്ട് പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് തിരക്കൊന്നുമില്ല, പക്ഷെ പിങ്കിക്ക് ഭയങ്കര തിരക്കായിപ്പോയി. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ, ഒരു വെയിറ്റിന്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് അത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിലാണ് സംഗതി ഇത് പറയാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ അള്ളാഹുവാണ് സാധാരണ ബഹിരാകാശത്ത് ഉണ്ടാവാറ്. സാധാരണ അങ്ങനെയാണ്. അതിപ്പോൾ നമ്മളുടെ ബാസിലും കൂടി ഇപ്പോൾ ബഹിരാകാശത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ഹേബൽ എന്ന് പറഞ്ഞൊരു കുട്ടീനെ പൊക്കി പിടിച്ച് വന്നതാണ്. മൂപ്പര് നല്ലൊരു പഠിക്കണ കുട്ടി, അവിടെ ഒരു ശാസ്ത്രമൊക്കെ പറയുന്നു, അതിൻ്റെ കാര്യങ്ങൾ. അതിനൊന്നും നമുക്കൊരു വിരോധമില്ല. അങ്ങനെ എന്തെങ്കിലും ഗ്രാൻഡൊക്കെ കിട്ടി കുട്ടികളൊക്കെ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത്. പക്ഷേ അത് പിടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ നിങ്ങൾ ദൈവത്തെ എവിടെയും, ഈ അന്വേഷണത്തിനിടയിൽ ദൈവത്തെ എവിടെയെങ്കിലും കണ്ടോ എന്നൊക്കെയാണ് കുത്തി ചോദിക്കുന്നു. അപ്പോൾ കുട്ടി ഉത്തരം പറയുന്നില്ല എന്ന് കാണുമ്പോൾ ബാസിൽ ഇങ്ങനെ വായിലേക്ക് ഉത്തരം ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അവസാനം കുട്ടിയും അള്ളാഹും ഒക്കെ കൂടി ഇപ്പം അങ്ങ് പോയി. കൂടെ ഇപ്പോൾ ബാസിലും എത്തി. എന്നിട്ട് ഇപ്പം നിലവിളിയാണ്. നമ്മളെന്തോ ഡോഗ് വിസിൽ നടത്തിയെന്ന്. കണ്ടിരുന്നോ ആ സംഭവം? കണ്ടിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ കുട്ടി വൈറ്റ് ഹോൾ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ തന്നെ കണ്ടിരുന്നു. നല്ല കുട്ടിയാണല്ലോ. മീൻസ് ഈ വൈറ്റ് ഹോൾ ഈ കുട്ടി പറഞ്ഞൊന്നും എനിക്ക് ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ, ഞാൻ ഉള്ളത് പറയാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആ പ്രായത്തിലുള്ള കുട്ടികളിൽ കൂടുതൽ ആ കുട്ടിക്ക് അറിയാം. അത്രയും നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അതിനൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതെ, ബുദ്ധിയുള്ള കുട്ടി തന്നെയാണ്. അപ്പം അതിന് അവസരങ്ങൾ കിട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി എത്തിയ ക്യാമ്പാണ് പ്രശ്നം. ഇനി ആ കുട്ടി എന്താവുന്ന കണ്ടറിയാം. അല്ല, ആ കുട്ടി ഒന്നും ആവാൻ പോകുന്നില്ല. ആ കുട്ടി കൂടുതൽ ഇത് ഈ ഒരു എന്താ പറയുക, ഈ ഡിബേറ്റ് ആ കുട്ടിയും കാണുന്നുണ്ടല്ലോ എന്താ സംഭവിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു 4 ചോദ്യങ്ങൾ ചോദിച്ചു. കുട്ടി പറഞ്ഞതെല്ലാം പടച്ചവൻ്റെ കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിക്കണത്, ഈ പടച്ചവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ ബാക്കി ദൈവങ്ങളെ തള്ളി? ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് അതിന് തള്ളാനുള്ള? എന്തുകൊണ്ട് വേറൊരു ദൈവം ആയിക്കൂടാ? വൈ ഓൺലി അള്ളാഹ്? എങ്ങനെ അള്ളാഹുവാണ് തീരുമാനിച്ചു? ഇതും കൂടി പറഞ്ഞാൽ മതി. ആ കുട്ടി ബ്ലാക്ക് ഹോളും വൈറ്റ് ഹോളൊക്കെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അതും കൂടി കിട്ടിയാൽ അത് പുളിക്കില്ലല്ലോ നമുക്കത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ. അത് അത്രയും നമ്മൾ പറയണുള്ളൂ. പക്ഷേ കുട്ടിയൊന്നും മിണ്ടുന്നില്ല, അതാണ് കാണുന്നത്. പക്ഷെ കുട്ടിയോട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമ്മളെ പൊക്കിക്കൊണ്ട് നടന്ന ആളുകൾക്ക് വല്ലാതെ കുരുവെട്ടി. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ ബാസിൽ അവിടെ കിടന്ന് നിലവിളി, കുട്ടിയാണെന്നും അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിളി. അപ്പൊ എന്തായാലും അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് അതിലൊരു ചെറിയ ആശങ്കയുള്ളത്, ഈ കുട്ടി ഇനി ഇതൊക്കെ പറഞ്ഞല്ലോ, ഇനി ആ കുട്ടിക്ക് ഒരു തിരുത്തി ഇത് ഇല്ല എന്ന് പറയുന്ന ഒരു സംകോസ് ഫാലസി പോലെ ഉണ്ടാവരുത്. കുട്ടി ഇനിയും അന്വേഷിച്ച് മറ്റൊരു അസ്കർ അലി ആവട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. യെസ്, അതെ. അപ്പോൾ ആ കുട്ടിക്ക് എല്ലാ ഭാവങ്ങളും നമ്മൾ നേരെയാണ്. നല്ല മികച്ച നിലകളിലേക്ക് എത്തട്ടെ. നിങ്ങൾ ഈ മദ്രസ ജീവികൾ നടത്തുന്ന ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് അതിൽ പെടാതെ നോക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, ആ മേഖലയിലുള്ള കാര്യങ്ങൾ പറയുക, പഠിക്കുക, അത് മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. ഇപ്പം ഇത്രയും അന്വേഷിച്ച് ഇവിടം വരെ എത്തി. അപ്പോൾ ബാക്കിയും കൂടി പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങളെ കളിയാക്കാനോ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ നമ്മളുടെ പൗലോസുമായി ചേർന്നിട്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. വൈശാഖൻ തമ്പി എന്തായാലും നമ്മൾ വിളിച്ചാൽ വരൂല, അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് പൗലോസ് ആണ് അതിന് പറ്റിയ ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. പൗലോസ് 1-2 ചെറിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. യെസ്, അപ്പോൾ അത് കാണുക. അതുപോലെ വൈശാഖൻ തമ്പി ഒരു പോസ്റ്റ് ഇട്ടു, അത് വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ട്. വാർത്തയൊക്കെ ആയി, റിപ്പോർട്ടർ ചാനലിലെത്തി. പടച്ചോനെ വക്കാലത്ത് പിടിക്കാൻ എന്തിനാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു വാർത്ത തന്നെ വന്നു. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, മാധ്യമങ്ങളൊക്കെ ഇതേപോലെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ചില ഹിന്ദു കുട്ടികളെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് നമ്മൾ കാണാറുണ്ട്. ഈ വേദാന്തം പഠിച്ചു അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നു എന്നൊക്കെ പറയുന്ന മൊട്ടയടിച്ച ചില നമ്പൂതിരി കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ വലിയ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ അത് ട്രോളുന്നത് നിങ്ങൾ കണ്ടു കാണും. ആ കുട്ടി ഇങ്ങനെ പറയുന്നത് ഒക്കെ എടുത്തു വെച്ചിട്ട് അത് മണ്ടത്തരാണെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ മാതിരി മുസ്ലിങ്ങളുടെ കുട്ടികളും ഇതേപോലെ മണ്ടത്തരം പറഞ്ഞ ട്രോളും അത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാ അതിന് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തിനാ? വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യമായിപ്പോയി. അപ്പോൾ അതാണ് കഥ. അപ്പോൾ നമുക്കിനിയിപ്പോൾ വേറെ ചില കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടന്നാലോ? ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ ഒരെണ്ണം ഇവിടെ ഉണ്ട്. യെസ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് എന്താണ് ഒരു ആമുഖം എന്നോണം പറയാനുള്ളത്? ആമുഖം, ഈ പരിപാടി മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ബ്രെയിൻ സർജറിന്റെ ഈച്ച കോപ്പി മീഷോ എഡിഷൻ ആണ്. അപ്പം ഇതിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോന്റെ പ്രത്യേകത വെച്ചാല്, ഇവരുടെ ഉത്തരങ്ങളൊക്കെ കോമഡിയാണ്. അതിന്റെ ചെറിയ ചില ഭാഗങ്ങൾ ഇതിന് മുന്നേ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അവരുടെ ഉത്തരങ്ങളിലേക്കല്ല പോകുന്നത്. നമ്മൾ അതിൽ വന്ന ചോദ്യങ്ങള്
ഒരു റാഷണലായിട്ട് ചിന്തിക്കുന്നവർ എന്ന നിലയ്ക്ക് ആ ചോദ്യങ്ങൾ നമ്മൾ എടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവർ കൊടുത്ത ഉത്തരങ്ങൾ കേട്ടിട്ട് ഇതിലും കാര്യമുണ്ടല്ലോ, ഇനി അഥവാ പഠിച്ചവൻ ഉണ്ടോ, ഇതൊരു ശരിയാണല്ലോ എന്ന് തോന്നുന്ന ഒരു കയ്യാലപ്പുറത്തെ തേങ്ങകൾ ഉണ്ടാവല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ പറയുന്ന ഭാഗം കൂടി കേൾക്കാലോ എന്നത് എത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു വേർഷൻ എന്നുള്ള രീതിയിൽ ആ മീഷോ എഡിഷൻ ചെയ്ത ആളുകൾ അത് അവർ പറഞ്ഞ ഉത്തരത്തിലൊന്നും തന്നെ പുതുമയില്ല കേട്ടോ. അത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഇതില്ല. പിന്നെ അത് മാത്രമല്ല, അവർ ഉത്തരം പറയുന്ന സമയത്ത് അവിടെ കിടന്ന് വേർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? അതെ, അത് എന്താ വെച്ചാല് മരിച്ചു കിടക്കുന്നവരെ വീണ്ടും കൊല്ലണ്ടെന്ന് നമ്മൾ വിചാരിച്ചു, അതുകൊണ്ട് അവരുടെ ഉത്തരങ്ങൾ എടുക്കുന്നില്ല. അതെ, എന്നുവെച്ചാ എന്താണ്, ശവത്തെ നമ്മൾ വീണ്ടും കുത്തിക്കൊല്ലുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് ശവത്തെ കൊല്ലുന്നില്ല, ശവത്തിൽ കുത്തുന്നില്ല. കരുണ 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 കരുതൽ. ഓക്കെ, യെസ്, അപ്പോൾ പ്ലേ ചെയ്യാം. ഈ അടുത്തൊരു വീഡിയോ കണ്ട സമയത്ത് ഈ ഹാപ്പിനെസ് ഇൻഡെക്സിലേക്കൊക്കെ നോക്കുമ്പോൾ മതമില്ലാത്ത രാജ്യങ്ങളാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം ലോകത്ത് മൊത്തത്തിൽ മതമാണ് മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ആരോപണം കേൾക്കുന്നുണ്ടായി. അതിനെ പറ്റി നന്നായി. രണ്ടാമത്തെ ചോദ്യം കൂടി എടുത്തു, അത് കണക്റ്റഡ് ആണ്. രണ്ടാമത്തെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചത് മതങ്ങളെല്ലാം സമാധാനമാണെന്നാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ മതങ്ങളെ കൊണ്ട് ജനങ്ങൾക്കൊരു സമാധാനവും ഇല്ല. പിന്നെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്തെടുക്കുകയാണ്? ഇതിനൊരു പ്രതിവിധി ദൈവങ്ങൾ എന്താ കാണാത്തത്? അല്ല, നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രസംഗമോ അല്ലെങ്കിൽ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ ഒരു മഹാന്മാരുടെ ചില വാചകങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് തുടങ്ങുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ഇവിടെ തുടങ്ങാം, അങ്ങനെ ഒരു സംഭവം. അതായത് സമാധാന മതം അല്ലേ, മഹാനായ ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി, നമ്മളുടെ ലിയാഖത്ത് മൗലവി, എക്സ് മുസ്ലിം ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് സമാധാന മതത്തിലെ സമാധാനം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണ്ടൊരിക്കൽ പറഞ്ഞാണ്. അതിനാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. അതായത് ഇവിടെ ഈ പറഞ്ഞ സമാധാനം എന്ന് പറയുന്നത് ഈ സുഖപ്രസവത്തിലെ സുഖം പോലെയാണ്. യെസ്, ബാക്കി പിങ്കിയായി നീ പിങ്കിയുടെ അത് കണ്ടോളുന്നേ. അത് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എടുക്കാം അല്ലെ. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മതമില്ലാത്ത രാജ്യങ്ങൾ. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്, സ്കാൻഡിനേവിയൻ കൺട്രീസ് അവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണെന്നൊക്കെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സൊസൈറ്റിക്ക് സമാധാനം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അവിടെ ആക്ച്വലി ദൈവത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അവിടെ ഏത് സൊസൈറ്റി ആണെങ്കിലും അവിടെ ഒരു നല്ല ഒരു ഭരണകൂടം ഉണ്ടാവുക, അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുക, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടാവുക, നല്ല ഹെൽത്ത് കെയർ ഉണ്ടാവുക, പിന്നെ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടാവുക. ഇതൊക്കെയാണ് ഒരു നല്ല സൊസൈറ്റി, ഒരു മെച്യൂർ സൊസൈറ്റി, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ലക്ഷണങ്ങൾ അല്ലേ. അപ്പൊ അവിടെ ശരിക്കും ദൈവത്തിനും മതത്തിനും എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിലൊരു കാര്യമുണ്ട്, ഈ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് അവർ മതം ഉപേക്ഷിച്ചപ്പോൾ അവർക്ക് സമാധാനം വന്നതാണ് എന്ന രീതിയിലാണ് ഇവർ ഈ പ്രമിസ് സെറ്റ് ചെയ്തിട്ട് ഇതിന് ഉത്തരം പറയാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ കാണാറ്. അങ്ങനെയല്ല. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അതായത് മതമുള്ള സമൂഹം തന്നെയാണ്, പക്ഷെ ആ മതമുള്ള സമൂഹത്തിലും സമാധാനപൂർവ്വം വരാനുള്ള ഒരു അവരുടെ ജീവിതം, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് അതുപോലുള്ള സംഗതികളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സാഹചര്യം വന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ്റ്സ് ആ രീതിയിലേക്ക് വന്നു, അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന കാര്യത്തിൽ, അങ്ങനെ പല കാര്യം. അതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു പോപ്പുലേഷൻ, അതിൻ്റെ ഒരു എണ്ണം വളരെ കുറവും കൂടിയാണ്. അതും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ പല കാര്യങ്ങളും എളുപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ 100 കോടി ജനങ്ങളെ ഹാൻഡിൽ ചെയ്യണം. ഇവിടെ അത്ര ബുദ്ധിമുട്ടില്ല ഈ പറയുന്ന ഈ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ. ഇപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്ത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ചില അതായത് ആളുകളെ കാണണം എന്നുണ്ടെങ്കിൽ തന്നെ വലിയ പാടാണ്. അത്രമാത്രം വിജനമായ സ്ഥലങ്ങളാണ് പല ഇതുപോലുള്ള രാജ്യങ്ങൾ. അത്ര അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറവാണ്. അങ്ങനെയുള്ള പല അനുകൂല ഘടകങ്ങളും കൂടി വന്നപ്പോൾ ഇതിനകത്ത് ജനങ്ങളുടെ ലൈഫ് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സാഹചര്യം വരികയാണ്, അവരുടെ ലൈഫ് സെക്യൂർ ആവുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ദൈവവിശ്വാസം ഇതുപോലുള്ള സംഗതികളൊക്കെ കുടികൊള്ളുന്നത് എപ്പോഴും ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മൈൻഡിലാണ്.
ഇൻസെക്യൂരിറ്റീസിലാണ് ഈ ദൈവങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. അപ്പോൾ ആ രീതിയിൽ ഇൻസെക്യൂർ ആയിരുന്ന സമൂഹത്തിൽ സെക്യൂരിറ്റി വന്നു കഴിയുമ്പോൾ, അവർ കൂടുതൽ ലൈഫ് സെക്യൂർ ആകുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ കുറയുന്നു, അത് വഴി ഉണ്ടാകുന്ന ആങ്സൈറ്റി കുറയുന്നു. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മതചിന്ത അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ മതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ആ സമൂഹത്തിൽ മതം കുറഞ്ഞു പോവുകയാണ് ഉണ്ടായത് എപ്പോൾ അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇന്നും ഈ ക്രിസ്ത്യൻ പള്ളികൾ അവിടെ ഉണ്ട്, ഈ പറയുന്ന പല സാധനവും ഇന്നും അവിടെ ഉണ്ട്. പണ്ടുണ്ടായിരുന്ന അതേ പള്ളികൾ ഇന്നും അവിടെ ഉണ്ട്, പക്ഷെ അതിൽ ആളില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് മതം വേണ്ടാതെയായി എന്നതാണ് നമ്മൾ പറയുന്നത്. സോ ആരിഫ് പറയുന്നത് ഇത് തിരിച്ച് ചിന്തിച്ച് നോക്ക് ഫൈസി എന്നല്ലേ. മതം അല്ലെ, മതം എന്ന് വെച്ച് കഴിഞ്ഞാല് തീരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നത് അല്ലെ. അവിടെയാണ് അവർക്ക് അത് സെല് ചെയ്തിട്ട് ഒരു ഹോപ്പും കൊടുക്കാനില്ല, ഒരു സൊല്യൂഷനും കൊടുക്കാനില്ല, നിങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മതം വിൽക്കാൻ എളുപ്പമാണ്. പിന്നെ അതിനുശേഷം പിന്നീട് ആളുകൾ ഈ മതത്തിൽ നിന്ന് അകന്നു പോവുകയും കൂടി ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഈ മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് അവരുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ കൂടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ കൂടുതൽ വളരെ സ്പീഡിൽ അത് ഫ്ലറിഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ പറയുന്ന സ്കാൻഡിനേവിയൻ മോഡൽ എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇപ്പോൾ നിങ്ങൾ അറബ് രാഷ്ട്രങ്ങളെ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോൾ അവിടെ മതം ഉണ്ടല്ലോ എന്നിട്ട് ഫ്ലറിഷ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയാം. അവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന അവിടെ അതാണ്. അതായത് അറബ് രാഷ്ട്രങ്ങളിൽ എത്ര രാഷ്ട്രങ്ങൾ ഈ പറയുന്ന മതത്തെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട്? മതത്തെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന, അത് വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അത് വെച്ചുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടുകയും അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുകയും അവിടുത്തെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ അവർ മതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു സൗദി അറേബ്യയിലെ ചില പുതിയ മാറ്റങ്ങൾ. ഇവിടെ നമ്മൾ ഉസ്താദുമാർ പെപ്സി കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തർക്കിക്കുന്നതിനിടയിലാണ് അവിടെ സൗദി അറേബ്യയിൽ കള്ള് വെക്കാൻ തുടങ്ങുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി, നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയും അനസ് മൗലവിയും കൂടി തമ്മിലുള്ള ഒരു കച്ചറ. അപ്പോൾ ഞാനിത് എന്തോ വലിയ സംഭവമായിരിക്കും വെച്ച് ഞാൻ നോക്കിയപ്പോൾ അതാണ് കാണുന്നത്. പെപ്സി കുടിക്കാൻ പറ്റൂല, പെപ്സി കുടിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ആയത്ത് ഖുറാനിലുണ്ടെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നതിന് അനസ് മൗലവി ഇരുന്നിട്ട് അതിന് തെറി പറയാൻ കളിയാക്കുകയാണ് ചെയ്യുന്നത്. മൗലവിമാർ ഇപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ, അപ്പോഴാണ് അവിടെ കള്ള് വെക്കാൻ തുടങ്ങി. അതുപോലെ ഇപ്പോൾ ഈവൻ ദുബായിൽ നോക്കിയാൽ അവിടെ എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ മതത്തെ മാറ്റി വെച്ചുകൊണ്ടാണ് അവരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മതപരമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ നിങ്ങൾ എണ്ണിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ മൂക്ക് കുത്തിയിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ പോലും നമ്മൾ പറയുന്നത് ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു മതം തന്നെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോഴും നമ്മൾ അതിനെ എതിർക്കുന്ന അതാണ്. അത് ആത്യന്തികമായിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് മാത്രമല്ല ക്വാളിറ്റി ലൈഫ് അവിടെ ഉണ്ടാകുന്നത് വൈകും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ അതിന്റെ കൂടെ ഞാൻ ചേർത്തിട്ട് പറയാം, ഇപ്പം ഇന്ത്യയിലുള്ള ഒരു സാഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് റിസോഴ്സസും സമയവും ഈ മതാത്മകമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് എടുക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് തന്നെയുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. അതിപ്പോ എന്താണ് വഖഫ്, യൂണിഫോം സിവിൽ കോഡ്, സുംബ, ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ചാനൽ ചർച്ചയിൽ ചുമ്മാ ഇരുന്ന് ഡിസ്കസ് ചെയ്യല്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഷീനറികളും ഒക്കെ വെറുതെ ഇതുപോലുള്ള കാര്യമില്ലാത്ത കാര്യങ്ങളിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ആ സമയമൊക്കെ അവർക്ക് കുറെ ക്രിയാത്മകമായിട്ട് അവരുടെ പൗരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണ്. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് പോകുന്നത്. അപ്പൊ ഒരു മതമില്ലാത്തൊരു സൊസൈറ്റി ആകുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് നമുക്ക് ഒരു സയന്റിഫിക് ടെമ്പർ ഉപയോഗിച്ച് ആലോചിച്ച് അത് ട്രയൽ ആൻഡ് എററോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അതിലേക്ക് എത്താം. ഇവിടെ എന്ന് വെച്ചാൽ എന്തൊരു സ്കൂളിന്റെ സമയം മാറ്റണമെങ്കിൽ സംസ്ഥനോട് ആലോചിക്കണം. അങ്ങനെയുള്ളൊരു സ്ഥിതി വരുമ്പോൾ ആ സൊസൈറ്റി പിറകോട്ടേ ഉള്ളൂ പോവാം അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും മതം ഇടപെടുന്നു, അതിൽ ചില മതങ്ങൾ ഇടപെടുന്നത് കുറച്ചധികമാകുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ചിലപ്പോൾ പേപ്പട്ടി മതം എന്നൊക്കെ വിളിക്കുകയും ചെയ്യും. ഇതുവരെ വന്നില്ല അല്ല, ഇത് വരുമല്ലോ, സ്വാഭാവികമാണല്ലോ. അതല്ല ഇന്നുള്ളത്. ഇനി അദ്ദേഹം ചോദിച്ച രണ്ടാമത്തെ ഒരു ചോദ്യം, സമാധാനം, അതിലേക്ക് വരൂ. സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മതം കൊടുക്കുന്ന സമാധാനം ബേസിക്കലി ഒരു ഫോൾസ് ഹോപ്പ്, അത്രേ ഉള്ളൂ പറയാന്. ഒരു കള്ളനോട്ടുമായി നടക്കുന്ന ഒരാള് നമ്മൾ ആസി എപ്പോഴും പറയുന്ന, അതിനൊരു റിയൽ സൊല്യൂഷൻ ഒന്നിലും തരാനില്ല. പിന്നെ ഞാനിത് പറയട്ടോ, ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാള് ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ചോയ്സ്. അതില് നമ്മൾ പോയിട്ട്
ദൈവമൊന്നുമില്ല കേട്ടോ എന്നൊന്നും പോയി പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, ഇപ്പൊ ആരിഫ് പറഞ്ഞ ഈ ഒരു പേപ്പട്ടി സ്വഭാവം കാണിച്ച് സൊസൈറ്റിയിൽ വെറുതെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന മതങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും ചില സംഘടനകളും മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറകെട്ടുന്ന സംഘടനകൾ. അതെ അതെ, മറകെട്ടുന്ന സംഘടനകൾ. അത് മറ അവർക്ക് ഇവിടെ ഉള്ളു കേട്ടോ. ഒരു ദുബായിലൊക്കെ പോകുമ്പോ ദുബായിൽ പോയിട്ട് മറ കെട്ടിയ വിവരം അറിയും, അതുകൊണ്ട് കെട്ടിയില്ല, കെട്ടാൻ സമ്മതിച്ചില്ല. പേടിയുണ്ട്. അപ്പൊ ആർക്കെങ്കിലും മതം കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൂ ഞാൻ പറയുള്ളൂ. അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്ന് പറയുന്നത് അതിപ്പോൾ ഈ കാക്കാമാർക്കായാലും അത് തന്നെയാണ്. അതിപ്പോൾ താലിബാനും ISISും തമ്മിൽ അടിയാണല്ലോ, അവിടെയും അത് തന്നെയാണ്. അവർക്ക് താലിബാന് ഭയങ്കര പേടിയാണ് ISISനെ. കാരണം ISIS കൂടുതൽ തീവ്രമായ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. താലിബാനിൽ അങ്ങനെയല്ല. താലിബാനിൽ കുറച്ച് പേര് അങ്ങനെ ഉണ്ടെങ്കിലും വേറെ കുറേ ആളുകൾ കുറച്ചൊക്കെ മോഡേണായിട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ അതിനകത്ത് തന്നെ അടിയാണ് ഇപ്പോൾ. അതാണ് നമ്മളവിടെ കാണുന്നത്. അത് വലിയ തമാശയാണ്. നമുക്ക് വേറൊരു ദിവസം പറയാം. നമ്മളുടെ ഈ റിപ്പോർട്ട് പറയുന്ന ഒരാളുണ്ടല്ലോ, ഒരു അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടറുണ്ട്, നമ്മൾ ഇവിടെ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇത് സംബന്ധിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു പരിപാടി ചെയ്യാന്നുള്ള ഒരു ആലോചനയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അനുഭവം പങ്കുവെക്കുക എന്നുള്ള രീതിയിൽ നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് ആളെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ആൾ വേറെ മീഡിയയിലൊക്കെ പോകുന്നതുകൊണ്ട് ഇത് എങ്ങനെ സാധിക്കുമല്ലോ എന്ന് അറിയില്ല. പിന്നെ നമ്മൾ അങ്ങനെയല്ല, നമ്മളൊരു മീഡിയ ആവാൻ പോവാണല്ലോ, അതിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് നടക്കുമെന്ന് നോക്കാം നമുക്ക്. യെസ്, നമുക്ക് അടുത്തേക്ക് കടന്നാലോ? അടുത്തേക്ക് കടക്കാം. തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടോ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതും, അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ വലതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, പിന്നെ ഇപ്പം ഭരിക്കുന്ന പാർട്ടി, അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ പൊതുവായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മാനവികവാദികളാണ്, ഞങ്ങൾ മനുഷ്യർക്ക് അനുകൂലം, മതങ്ങൾക്കെല്ലാം എതിരായി നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും ലോകത്ത് ഒരു മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേര് പോലും ഒരു മതത്തിൻ്റെ ഒരു വംശീയതയുടെ ഇതിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് മതങ്ങളൊന്നുമില്ല എന്ന് പിന്നെ പ്രകടമാക്കി എല്ലാ സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പറയുകയും, എന്നാൽ ഈ മതാടിസ്ഥാനത്തിലുള്ള ഇത്തരം രാജ്യങ്ങൾക്കും ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഈ ഒരു ഇതിന് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു ചോദ്യം. എന്ത് പറയുന്നു? ഇതില് നമ്മൾ ഇസ്രായേല് ഒരു ജൂയിഷ് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് നമ്മളൊരു ജൂയിഷ് സ്റ്റേറ്റിനെ ഈ ഒരു അവസരത്തിൽ സപ്പോർട്ട് ചെയ്യുക എന്നല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഇവർക്ക് മനസ്സിലാവാത്തത് അല്ലെ. അതില് ആ ഒരു ഇസ്രായേൽ പാലസ്തീൻ എന്ന വിഷയത്തില് ഇസ്രായേൽ എന്ന സ്റ്റേറ്റിന്റെ റിലീജിയൻ അവിടെ പ്രസക്തമേ അല്ല. ഇനി നമ്മൾ ഇസ്രായേൽ എന്ന സ്റ്റേറ്റിനെ എടുക്കുകയാണെങ്കിൽ കൂടിയിട്ട് അത് അവിടെ ഡെമോക്രസി ഉണ്ട്, അതൊരു സെക്യുലർ സൊസൈറ്റിയാണ്, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, LGBT സ്വാതന്ത്ര്യം ഉണ്ട്, മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും അതൊരു പറഞ്ഞോ, അവിടെ 20% മുസ്ലിങ്ങളാണ്. അത് മുസ്ലിങ്ങളാണ്, അവർക്ക് റൈറ്റ്സും ഉണ്ട്, അവര് ഗവൺമെന്റിൽ എത്തുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി. ഇറ്റ് ഹാപ്പൻസ് ടു ബി എ ജൂയിഷ് സ്റ്റേറ്റ്, ഓക്കെ. പക്ഷെ നമ്മൾ രണ്ട് സാധനങ്ങളാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തായാലും അതിന്റെ തട്ട് എത്രയോ താണിരിക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ. പക്ഷെ ഈ ഒരു ഇഷ്യൂല് ഇസ്രായേൽ ജൂയിഷ് സ്റ്റേറ്റ് ആണോ അല്ലേ ഒന്നൊന്നല്ല വരുന്നത്. കാലങ്ങളായിട്ട് മറ്റേ ഹമാസും അതിന് മുന്നേ PLOയും നടത്തിക്കൊണ്ടിരിക്കുന്ന അട്രോസിറ്റീസും ഒരു കാരണവും ഇല്ലാതെ ഒരു പ്രൊവൊക്കേഷനും ഇല്ലാതെ വന്നിട്ട് അവിടെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് നമ്മൾ അപലപിക്കുന്നത്. പിന്നെ October 7 പറ്റി ഇനി പറയണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏത് സൈഡ് നമ്മൾ പിടിക്കും. അപ്പൊ കൂടുതൽ ശരികളുള്ള ഒരു ഭാഗത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നേ അതിൽ പറയാനുള്ളൂ. ആരിഫിന് എന്താ പറയാനുള്ളത്? ഇതിലെന്താ സംഭവിച്ചാൽ ഈ രീതിയിൽ ചിന്ത പോകുന്നത് ഒരു കോമൺ ട്രേറ്റ് ആണ്. അതാണ് ഞാനിതിൽ പറയാം. അതായത് ഇപ്പോൾ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയത്തിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ഭാഗം നമ്മൾ പറയുന്നു എന്നതിൻ്റെ കാരണം അത് ജൂതരാഷ്ട്രമായതുകൊണ്ടാണ് എന്ന രീതിയിലേക്കാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, എന്താ നമ്മൾ പറയണമെന്നുള്ള ഇവിടെ സൂചിപ്പിച്ചു, പോട്ടെ, അതിലേക്ക് വരാം. ഇനി വേറൊരു വിഷയം നമ്മൾ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങൾ അവിടെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മുസ്ലിങ്ങളോടൊപ്പം നമ്മൾ നിൽക്കുന്നില്ല. ചില വിഷയങ്ങളിൽ ഇപ്പോൾ ഈ ഡൽഹി സ്ഫോടനം വരുന്നു, പഹൽഗാം അറ്റാക്ക് വരുന്നു, നമ്മളവിടെ അതിനെ എതിർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ ഏതൊരു വിഷയം, ഇനിയിപ്പോൾ ഉക്രൈൻ റഷ്യ വിഷയം എടുക്കുക, അതിനകത്ത് നമ്മൾ നിൽക്കുന്നത് ഉക്രൈനോടൊപ്പമാണ്. ഉക്രൈൻ റഷ്യ വിഷയം വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി വിളിച്ചിരുന്നല്ലോ ഉക്രൈൻ റഷ്യ വിഷയത്തിൽ. അപ്പോൾ അയാൾ പറഞ്ഞത് അമേരിക്ക പോലും ഇതിനെ പറഞ്ഞു, അമേരിക്ക ഇപ്പോൾ പുതിയ സാധനമായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ നാറ്റോയിൽ ചേരുന്നതിന് വിലക്കില്ല ഇപ്പോൾ. ഓക്കെ, അതേപോലെ സ്ഥലം വിട്ടുകൊടുക്കണം എന്നുള്ള ആദ്യത്തെ നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയി, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ പല മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ആൾ വന്ന് പറയുമ്പോൾ അമേരിക്ക വരെ അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ അമേരിക്ക മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ അപ്പോഴും നമ്മൾ ഉക്രൈൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഏതൊരു വിഷയം, ഇനി സുഡാൻ വിഷയം വന്നു, സുഡാനിലെ വിഷയം വന്നപ്പോൾ നമ്മൾ സുഡാനോടൊപ്പം നിൽക്കുന്നു. നൈജീരിയ വിഷയം വന്നപ്പോൾ അതിനകത്ത് നൈജീരിയയിലെ ക്രിസ്ത്യാനികളോടൊപ്പം നമ്മൾ നിൽക്കുന്നു. അങ്ങനെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ കാണുക. പക്ഷേ ഇവരിതിനെ കാണുന്നത് നമ്മൾ മതരാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നു എന്ന രീതിയിലേക്ക് അതിനെ കാണുന്നു. അപ്പോൾ ഇവർ കാണുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് പലപ്പോഴും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ള ആളുകളാണ്, തീവ്രവാദികൾ, അതല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ്, അങ്ങനെ പല പല സാധനങ്ങൾ അവിടെ ഒരു വശത്ത് വരുന്നു. അപ്പോൾ ഇവർ അവിടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ബിക്കോസ് ഇപ്പുറത്ത് മുസ്ലിങ്ങളായതുകൊണ്ടാണ്, അപ്പുറത്ത് മുസ്ലിങ്ങളല്ലാത്തവരാണ്. ഇതാണ് അതിൽ പറയുന്നത്. ഇനി ഇവരിങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം ഞാൻ കാണുന്നത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പണിയെടുക്കുമ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജൂത ഫണ്ട്, സംഘി ഫണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടാണ്. പണ്ടൊക്കെ ജൂത ഫണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് സംഘി ഫണ്ടായി മാറുകയാണ് ചെയ്തത്. കാരണം സംഘപരിവാർ ഭരണത്തിലേറിയതിന് ശേഷം പിന്നെ സംഘി ഫണ്ടിനെ കുറിച്ചേ പറയാറുള്ളൂ. അതാണ് അതിൽ തമാശ. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? കാരണം കാക്കാമാർ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതിന് ഫണ്ടുണ്ട്, അത് വാങ്ങിച്ചിട്ട് തന്നെയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ മുന്നേ ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ള സാധനമാണ് ഹിജാബ്. നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗദി, ഖത്തർ ഫണ്ട് ചെയ്തുകൊണ്ട് ഈ ഹിജാബ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ഒരു കഷ്ടപ്പെട്ടൊരു പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട്. ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യ വിഷൻ്റെ കീഴിലായിരുന്നു അത് അന്ന് അവിടെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത്. ഇന്ത്യ വിഷൻ ചാനൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ പിന്നിൽ ആരുണ്ടായിരുന്നത് നിങ്ങൾ ആലോചിക്കുക. മുസ്ലിം ലീഗും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്, നമ്മുടെ മുനീറും അതുപോലെ കുറേ ആൾക്കാരൊക്കെ. പോട്ടെ, അപ്പോൾ അവരുടെ രീതി അതാണ്, ഫണ്ട് വാങ്ങിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുക. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷയം എടുക്കുക, അതിനകത്ത് ഫണ്ടല്ലേ പുറത്തുനിന്ന് വരുന്നു, ചെയ്യുന്നു, ഇതാണ് നടക്കുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് ഇതേപോലെ മറ്റു പല ഈ തീവ്രമായ ഈ ഇടതുപക്ഷ സംഘടനകൾ, അവർക്കും ഇത് ഉണ്ട്. ക്രിസ്ത്യൻ സംഘടനകൾ അവരും ഈ പണി ഒപ്പിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ BJP ഗവൺമെൻറ് ഇവിടെ ഈ വിദേശ ഫണ്ടിങ് ഇതേപോലെ വരുന്ന എല്ലാ വഴികളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും, അത് അടയ്ക്കുന്നൊരു വഴി ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ കുരു പൊട്ടിയത് ആർക്കാണ്? ഈ പറഞ്ഞ ടീമിനാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അവർ ചെയ്യുന്ന പണി അത് ഫണ്ട് വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ള ആളുകളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടായിരിക്കുമെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അവരെന്താണോ ചെയ്യുന്നത് ആ അടിസ്ഥാനത്തിൽ അവർ ബാക്കിയുള്ളവരെ കാണുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മഞ്ഞക്കണ്ണട ഉള്ള ആളുകൾക്കെല്ലാം മഞ്ഞയായിട്ട് തോന്നും, പിങ്ക് കണ്ണട ഉള്ള ആളുകൾക്കെല്ലാം പിങ്കായിട്ട് തോന്നും എന്ന് പറയുന്ന മാതിരി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടിൽ ഇവരിപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് നമ്മുടെ കൗമാണെന്ന് പറഞ്ഞാണ് അവർ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ആ കൗമല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ആണ് അവര് ആ വിഷയത്തിൽ അതിനോടൊപ്പം നിൽക്കുന്നത് എന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പറയുന്നു. അല്ലാഹു അയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മറ്റേ ശാപപ്രാർത്ഥനയുടെ അവസാനത്തിൽ ഈ സാധനമുണ്ട്. അതായത് എന്താണ് ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് സഹായം, അല്ലാഹു ഇൻസുറുൽ മുസ്ലിമീന ഫിൽ ഫിലിസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന ഉണ്ട്. അതായത് ഫലസ്തീനിലെ മുസ്ലിങ്ങളെ സഹായിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിലെ മുസ്ലിങ്ങളില്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുക. അല്ലാഹുമ്മ അൻസുറുൽ മുസ്ലിമീന ഫിൽ ഇറാഖ് ഫിൽ ഷാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. എല്ലാം പറയുന്നത് എന്താണ്? ഈ സ്ഥലങ്ങളിലുള്ള മുസ്ലിങ്ങളെയൊക്കെ സഹായിക്കണം എന്നാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ അവർക്ക് സഹായം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുക, ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഇതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ശപിക്കുക. ഇതാണ് കാക്കമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥന അടക്കം ഈ പറയുന്ന സാധനമാണ്. അറബി പറയുന്നതുകൊണ്ട് ആർക്കും തിരിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്നലെ നമ്മൾ കണ്ടു ഈ ലീഗിൻ്റെ പ്രസംഗം, പ്രാർത്ഥന. അപ്പോൾ അതിൽ പോലും അപ്പുറത്ത് ഈ കാഫിറായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അവിടെ ആമീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് പ്രാർത്ഥിക്കുന്നത് നാണം കെടുത്തണെന്നാണ്, ആമീ എന്നൊക്കെ പറയും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർ ആ കണ്ണുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ അളക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് നമ്മളും ഇതിനകത്തൊരു നിലപാടെടുക്കുന്നത് ഇവരെങ്ങനെയാണോ കാര്യങ്ങൾ നിലപാടെടുക്കുന്നത് അതുപോലെയാണെന്ന് അവർക്ക് തോന്നുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഇസ്രായേൽ 100% ശരിയാണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്ന സംഗതി, ഇസ്രായേലിന് മേലെ ആരോപിക്കുന്ന സംഗതി, അത് തെറ്റാണെന്ന് അന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് അത് തെറ്റാണെന്ന് പിന്നീട് തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആ വെടിനിർത്തൽ അങ്ങോട്ട് നിർത്തിയോട് കൂടിയിട്ട്, ആ സാധനം വന്നോട് കൂടിയിട്ട് കംപ്ലീറ്റ് കളിയും പൊളിഞ്ഞു. അതാണ് ഉണ്ടായത്, എല്ലാം പൊളിഞ്ഞു. എന്ന് വെച്ചാൽ
ഈ തുരങ്കങ്ങളുടെ പടം പുറത്തു വന്നു. അതുപോലെ ഭക്ഷണം അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തേക്ക് വന്നു. 3 മാസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ തുറന്ന് പറയേണ്ടി വന്നു. പിന്നെ പല പല സാധനങ്ങൾ പുറത്തേക്ക്. ഇന്നിപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വന്ന ആളുകളെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്നത് എത്ര മനുഷ്യത്വരഹിതമായ സാധനമാണ് എന്നൊക്കെ നമ്മളിവിടെ അഭിലാഷ് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ഒരു കള്ളക്കഥയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ വെടിവെച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അത് താനാണ് വെടിവെച്ചത് എന്നും ഇന്നിപ്പോൾ പിടിയിലായ ഒരു ഗാസൻ ഒരു ചങ്ങാതി വീഡിയോയിലിരുന്ന് പറയുന്നത് ഇന്നിപ്പോൾ വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ സത്യത്തിൽ ഈ ഗാസൻ ജനതയുടെ തലയ്ക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ തലയ്ക്ക് നോക്കി വെടിവെച്ചത് ആരാണ്? ഈ പറഞ്ഞ ആളുകളാണ്. ഇനി BBC കുടുങ്ങി. BBC പല വാർത്തയും കൊടുത്ത് കുടുങ്ങി. ഒരു ആഴ്ചയിൽ 2 കറക്ഷൻ വെച്ചിട്ടാണ് അവർ ഈ വാർത്തയിൽ അവർ കൊടുത്തുകൊണ്ടിരുന്നതെന്നുള്ളത് പുറത്തേക്ക് വരും. 2 വർഷത്തിനിടയിൽ മോർ ദാൻ 250 കറക്ഷൻസ് ആണ് ഇവർ നടത്തേണ്ടി വന്നത്. ഇസ്രായേലിനെതിരായി വാർത്ത കൊടുത്ത് അവസാനം അത് തിരുത്തേണ്ടി വന്നത് മോർ ദാൻ 250 ടൈംസ് എന്ന് കണക്ക് പുറത്തേക്ക് വരികയാണ്. അതിലെ പല ആളുകളും രാജിവെക്കേണ്ടി വന്നു ഇതിൻ്റെയൊക്കെ പേരിൽ. ട്രംപിനെതിരെ അതുപോലെ ഒരു സാധനം പറഞ്ഞു, അതിൻ്റെ പേരിൽ വേറെ രാജി. ഇങ്ങനെ മൊത്തം നുണ പറഞ്ഞു. ഇന്ത്യയിലടക്കം BBC അടപ്പ് വരാൻ പോവാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഈ കള്ളക്കഥകളും ഇതുപോലുള്ള വളച്ചൊടിച്ച കാര്യങ്ങളും പറഞ്ഞു ഇതുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞ സാധനങ്ങൾ IPC റിപ്പോർട്ട് ആ പറയുന്ന പട്ടിണി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ അവസാനം വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു. അതാണ് ഉണ്ടായത്. അങ്ങനെ പല പല സാധനങ്ങൾ അവർ പറഞ്ഞ ഒരു പ്രൊജക്ഷൻ പോലും ശരിയായിട്ടില്ല. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വൈ ഇസ്രായേൽ ഇസ് റൈറ്റ് എന്നുള്ള സാധനം ഏറ്റവും മിനിമം ഒക്ടോബർ 7 ഒരിക്കലും സംഭവിക്കാം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ വംശഹത്യ. ഈ ഹമാസ് വിചാരിച്ച വംശഹത്യ 1-ാമത്തെ ദിവസം നിൽക്കില്ലായിരുന്നു. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ബന്ദികളെ വിട്ടുകൊടുക്ക്. അതെന്താ നിങ്ങൾ വിട്ടുകൊടുക്കാതിരുന്നത്? ഇതല്ലേ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ബന്ദികളെ വിട്ടുകൊടുത്താൽ നിൽക്കുമെന്ന ഒരു വംശഹത്യ, അത് സ്വന്തം കയ്യിലിരിക്കുന്ന ബന്ദികളെ വിട്ടുകൊടുത്താൽ നിൽക്കുന്ന ഒരു വംശഹത്യ ഇത് ലോകത്ത് വേറെ എവിടെയും നടന്നിട്ടില്ല. ഇമ്മാതിരി ഒരു തട്ടുപൊളിപ്പൻ ഒരു ഉടായ്പ് വംശഹത്യ വേറെ എവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ തലയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന മതത്തിൻ്റെ കണ്ണിൽ. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റു വിഷയങ്ങളിൽ ഇടപെടാത്തത്. നൈജീരിയയിലെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല, നിങ്ങൾ സുഡാനിലെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് UAE തലയിലേക്ക് ഇടുന്നു, വേറെ രാജ്യങ്ങളുടെ തലയിലേക്ക് ഇടുന്നു. ഇതാണ് നിങ്ങളവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ന്യായം കണ്ടെത്തുക, അതിൽ പ്രതികരിക്കാതിരിക്കാൻ. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ഇപ്പോൾ ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായി, അതിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല. എന്താ പ്രശ്നം? അതിന് നിങ്ങൾ ന്യായീകരിക്കുകയാണ്. ബീഹാർ ഇലക്ഷൻ വേണ്ടിയാണ്. അവിടെ മുഹമ്മദ് നബി വന്ന് പറഞ്ഞു ഇത് മാറ്റഡം ഓപ്പറേഷനാണ്, ഇത് സൂയിസൈഡ് ബോംബിംഗ് അല്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. ഇനി നിങ്ങൾ തിരിച്ചറിയാം. യെസ്, ആഡ് ചെയ്തോളൂ. ഇല്ല, നമുക്ക് അടുത്ത ചോദ്യം എടുക്കാം, എന്നിട്ട് കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ. സുഹൃത്തുക്കളും ഇതിന്റെ മറ്റേ ഭാഗമാണിത്. ഇപ്പോൾ മുസ്ലിം സമുദായം ഒന്നടങ്കം നമ്മുടെ പലസ്തീനെയും ഗാസയെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അതിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നു. എന്നാൽ പലസ്തീൻ എന്നുള്ള രാജ്യം ഒരു മുസ്ലിം രാജ്യം അല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് കൺട്രി അല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ആ രാജ്യത്തെ ഇത്രയധികം ആവേശത്തോടു കൂടി സപ്പോർട്ട് ചെയ്യുമോ? അതല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള യുദ്ധങ്ങളും വംശഹത്യകളുമെല്ലാം നടക്കുമ്പോൾ ഇത്രയധികം സപ്പോർട്ട് ആ രാജ്യങ്ങൾക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. ഒരു മിനിറ്റ്, ഇതിനൊരു മറുപടി നമ്മുടെ കാസിം ഉസ്താദ് പണ്ട് പറഞ്ഞതുണ്ട്. അതേതാണത്? ഇത് നമ്മളെ കൗമാണ് കൊല്ലുന്നത് എന്ന് പുള്ളി പച്ചയ്ക്ക് പറയുന്നു. ഇത് നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നം. ഞാൻ ആ വീഡിയോ എടുക്കാം, ഇത് പറഞ്ഞു. അതിലേക്ക് ഞാൻ വരാം. അപ്പം ഈ പ്രശ്നത്തില് ഇസ്രായേൽ ഒരിക്കലും ഇവിടെ പോയിട്ട് റിട്ടാലിയേറ്റ് ചെയ്തത് അത് അവരുടെ മതപ്രകാരം അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. പക്ഷെ അതേസമയം ഈ പലസ്തീൻ കോസ് എന്ന് പറഞ്ഞാല് മതമാണ് അവരുടെ ആ കോസിന് പിന്നിൽ എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പലസ്തീൻ കോസ് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, അതൊരു മതമാണ് അതിന്റെ പിന്നിൽ നിന്നുള്ള ഒരു വീഡിയോ നമ്മൾ പാർട്ട് 2 അധികം പേരൊന്നും കണ്ടിട്ടില്ല. അതിൽ ഞാൻ ഇപ്പോഴും അസ്വസ്ഥയാണ്. അതൊന്ന് പിൻ ചെയ്ത് വെക്കണം.
അതെ, വളരെ മോശം. ഈ പിങ്കി ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ നിങ്ങൾ കാണാതിരിക്കുന്നത് ശരിയല്ല കേട്ടോ. പാർട്ട് 1 കണ്ടിട്ട് പിന്നെ നിങ്ങൾ പാർട്ട് 2 ഉപേക്ഷിച്ച്. എനിവേ, അപ്പൊ അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് 1928 ഹസൻ അൽ ബന്ന മുസ്ലിം ബ്രദർഹുഡ് ഫോം ചെയ്യുന്നത്, പിന്നെ സയ്യിദ് കുത്തുബ് അവരുടെ ഒരു ആത്മീയ ആചാര്യൻ എന്ന നിലയ്ക്ക് വരുന്നതും ക്ലിയർ ആയിട്ട് അവർ പറയുന്നത് എന്ത്, പാലസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു വഖഫാണ്, അത് നമ്മുടെ അമാനത്താണ്, അതിന് വേണ്ടിയിട്ട് റിലീജിയൻ ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ ഈജിപ്ഷ്യൻ ഭരണാധികാരി നാസർ ഒക്കെ ചെയ്യുന്ന മാതിരി സെക്യുലർ പാൻ ഇസ്ലാമിക് പാൻ അറബിക് മൂവ്മെന്റ് കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും പാലസ്തീൻ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടുത്തെ ക്ലർജി, അവിടുത്തെ മതപുരോഹിതര്, മുസ്ലിം ബ്രദർഹുഡ് പല തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹമാസ് തന്നെ മുസ്ലിം ബ്രദർഹുഡ് ഓഫ് ഗാസ ആണല്ലോ ഹമാസ്, അത് അങ്ങനെ അവര് വേഷം മാറി വന്നതാണല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സ്ഥിതി. അപ്പം അവര് ആ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈ പ്രശ്നത്തിന്റെ എന്തുകൊണ്ട് ജൂതരായിരുന്നു അവിടെ ആദ്യം ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ആ സ്ഥലം അങ്ങനെ ആയത്, അതിന്റെ ഹിസ്റ്ററിയോ അതിന്റെ വേരുകളോ അതിന്റെ അതൊക്കെ ഹിസ്റ്ററി പോട്ടെ, ഇപ്പോഴെങ്ങനെ അതായി, October 7 പോലും എന്താണെന്ന് അറിയാത്ത മുസ്ലിങ്ങൾക്കും എന്തുകൊണ്ട് ആ ഒരു ആത്മബന്ധം ഉണ്ടാവുന്നു, പലസ്തീനിയൻ കുട്ടികളോടുള്ള ആത്മബന്ധം. അപ്പൊ നിങ്ങൾ പറയും കുട്ടികളെ മരിക്കണ, കുട്ടികൾ കുറെ സ്ഥലത്ത് മരിക്കുന്നുണ്ട്, സുഡാനിൽ മരിക്കുന്നുണ്ട്, നൈജീരിയയിൽ മരിക്കുന്നുണ്ട്, ഉയ്ഗുർ മുസ്ലിങ്ങൾക്കും കുട്ടികളില്ലേ, ഞാൻ ചോദിച്ചു പോവാണ് കേട്ടോ. അപ്പൊ അവിടെ ഒന്നും കുട്ടികളില്ല. പിന്നെ അവര് പച്ചയ്ക്ക് എഴുതിയിരിക്കുന്നത് ജെനോസൈഡ് കോളാണ്, ഫ്രോം റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ. അത് അവരുടെ മതമാണ്. പിന്നെ ഹമാസിന്റെ ചാർട്ടർ ഞാൻ വീണ്ടും പറയുന്നില്ല. എങ്ങനെ നോക്കിയാലും മറ്റേ സൈഡ് അത് അവര് മതം അനുസരിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതിനി അവിടെ ഇമ്പീരിയലിസം, കൊളോണിയലിസം, പാശ്ചാത്യ ശക്തികൾ അതൊന്നും പറഞ്ഞു വരണ്ട, അത് അവരെന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആ വീഡിയോയില് എത്രയാണ് 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഉണ്ട്. അതിൽ എന്തുകൊണ്ടാണ് മതമാണ് അതിന്റെ പിന്നിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ മുസ്ലിങ്ങൾ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ, കാരണം അത് അവരുടെ ഒരു റിലീജിയസ് കോസ് ആണ്. നിങ്ങൾ നിസ്കരിക്കുക, നോമ്പെടുക്കുക, അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പലസ്തീനെ സപ്പോർട്ട് ചെയ്യുക, ഇസ്രായേലിനെ 4 തെറി പറയാ, അത് അങ്ങനെ തന്നെയാണ് അവരെടുക്കുന്നത് അല്ലെ. October 7 ഒരിക്കലും ഒരു നല്ല സോ കോൾഡ് റിലീജിയസ് ആയിട്ടുള്ള ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിമിന് ഞാൻ ബെറ്റ് വെക്കാം October 7 അവർക്ക് തള്ളി പറയാൻ പറ്റൂല. October 7 2 പേർക്ക് തള്ളി പറയാൻ പറ്റില്ല. ഒന്ന് തീവ്ര മുസ്ലിങ്ങൾക്കും ഒന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും തള്ളി പറയാൻ പറ്റില്ല. ഈ വിഷയത്തിൽ നമ്മളുടെ നല്ലൊരു ഉത്തരം തന്നിരിക്കുന്നത് നമ്മുടെ കാസിം ഉസ്താദാണ്. നമ്മൾ മുന്നേ പ്ലേ ചെയ്താണ്, നമുക്കതൊന്ന് ഇവിടെ പ്ലേ ചെയ്തേക്കാം. ഒരു നിലക്ക് മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ്. സുഡാൻ മാത്രമൊന്നുമല്ല മാഷേ, എത്ര ലക്ഷം മനുഷ്യരെയാണ് ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കൊല്ലുന്നത്. എത്ര, ഒരു വിരൽ അനക്കണില്ല ഒരാൾ. അവരുടെ ദുഃഖം, തമ്മാടിക്കൂട്ടങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, തമ്മാടിക്കൂട്ടം എന്നും ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് 5.5 ലക്ഷം. ഭക്ഷ്യക്ഷാമം കൊണ്ട് മാത്രം ഉണ്ടായത് 5.5 ലക്ഷത്തോളമാണ്. 5.5 ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു. 35 ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി. 2 ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ആരുമല്ല, മുസ്ലിം രാജ്യം. ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേലിന്. ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും ആർക്ക്? ഈ RSF എന്നാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നൊരു ഫോഴ്സ് ഉണ്ട് സുഡാനിൽ. ആ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ, ആ വെപ്പൺസിന് പണം കൊടുക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ. അതേ ആയുധ കമ്പനി തന്നെയാണ് ഗസക്കാരെ കൊല്ലാൻ ഇസ്രായേലിനും. ആരാണോ ഇസ്രായേലിന് വെപ്പൺസ് ഉണ്ടാക്കുന്നത് അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലാൻ വെപ്പൺസ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അതറിയണേയില്ല. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് 25,000 പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി. ആർക്കെതിരെ? ഇസ്രായേലി വംശാത് ആണോ? ആണല്ലോ അല്ലേ? അതെ, ആയിക്കോട്ടെ, ഞാനിനൊരു വിരോധം പറയുന്നില്ല. എങ്കിൽ അതിന്റെ 10 ഇരട്ടി ആളുകളെ സുഡാനിൽ കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പരിപാടി നടത്താത്തത്? പറയൂ.
അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും. അവര് നമ്മളെ കൂട്ടുകാരാണ്. ഇതിനാണ് പറയണില്ല, ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ല. ഇതിനാണ് ദുഹാൻ എന്ന് പറയാം. ദുഹാൻ 1900-ലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവും. ദുഹാൻ അതായത് നേരും നേരുകേടും തിരിച്ചറിയാൻ കഴിയാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക, എവിടെ കൂടേണ്ടതെന്ന് അറിയാതിരിക്കുക. ഇതേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് യമനിൽ കൊല്ലുന്നത്. എത്രയാ യമനിൽ കൊന്നത്? സുഡാൻ കേസ് കൊടുത്തു UN കോടതിയിൽ. എന്തിന്? ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഞങ്ങൾ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് സുഡാൻ സർക്കാർ കേസ് കൊടുത്തു. സുഡാൻ കേസ് കൊടുത്തു. സുഡാൻ ഫൈൽസ് കേസ് ടു UN court alleging UAE is breaching genocide convention by funding rebelsന് ഫണ്ട് കൊടുത്ത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നതിന് പിന്നിൽ ആരാണ്? മുസ്ലിം രാജ്യമാണെന്ന കാര്യത്താൽ UN കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആര്? സുഡാൻ സർക്കാർ, ഭരണാധികാരി, രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ. ഞാൻ പറയുന്നത് ആ സർക്കാരൊക്കെ വലിയ മഹാന്മാരാണോ മഹതികളാണോ എന്നല്ല, പാവപ്പെട്ട ജനങ്ങൾ എന്തു പേച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വലിയ പ്രശ്നക്കാരാവും. ഏതായാലും ഉസ്താദ് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് പണി എളുപ്പമാണ്. അപ്പോൾ ഇനി ഇതിലിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഉസ്താദ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരം തന്നിട്ടുണ്ട്. അത് മതി. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് കുറെ പ്രത്യേകതകളുണ്ട്. ആണ്, കുറച്ച് ബാക്കോട്ടൊക്കെ അതിലൊരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണ് തുടങ്ങാം. ചോദിക്കുന്നുണ്ട്, അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. പോസാക്ക്. അതെ, ഇസ്ലാമിൽ സ്ത്രീ ഉണ്ടോ? ഇസ്ലാമിൽ സ്ത്രീ ഇല്ലാന്ന് മാത്രല്ല, അവരെ തംബ്നെയിലില് പോലും ഇല്ല. ബാക്കി എല്ലാ തംബ്നെയിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ചോദ്യകർത്താവിന്റെ ചിത്രം അവർ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇസ്ലാമിൽ മൊത്തം നിയന്ത്രണം അല്ലേ എന്നാണ് കുട്ടിയുടെ ചോദ്യം. ഈ ചോദിച്ച കുട്ടിയുടെ ചിത്രം വെക്കുന്നില്ല അവര് തംബ്നെയിൽ. ആ കുട്ടി വീഡിയോയിൽ കാണിക്കുന്നുമില്ല. അത് മാത്രം മതി. ഇസ്ലാമിൽ സ്ത്രീക്ക് നിയന്ത്രണം ഉണ്ടോന്ന് വേറൊന്നും ഇതിൽ പറയാനില്ല എനിക്ക്. പക്ഷെ എന്നാലും പറയാം, ജസ്റ്റ് ഫോർ ഹർ. അതെ, അത് സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് പറയാം. ഓക്കെ, കേൾക്കാം, ചോദ്യം കേൾക്കാം. എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മാത്രം നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഇല്ല? സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡ്രസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോകാനോ ഒറ്റക്ക് കഴിയുന്നില്ല. ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാനോ അനുവാദമില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ജീവിക്കണം. ഇസ്ലാം ഒരു പുരുഷാധിപത്യ സിസ്റ്റം ആയതിനാലല്ല ഇങ്ങനെയൊക്കെ വരുന്നത്. നിങ്ങളാണ് സ്ത്രീ വിഷയത്തിലൊക്കെ നല്ലത്. മൈക്രോ അഗ്രഷന്റെ ആള് ഇജ്ജല്ലേ പറഞ്ഞു. നിങ്ങളെ പറഞ്ഞാൽ നന്നാവും. അത്ര പോലും അവർക്ക് ഒരു സ്ത്രീന്റെ മുന്നിൽ ഒന്ന് സംസാരിക്കാനോ ഉള്ള ആ ഒരു വൈമുഖ്യം നിങ്ങൾ നോക്കൂ. ഓക്കെ, ഇതൊക്കെയാണ് ഐറണി. ആ വീഡിയോയില് സ്ത്രീനെ കാണിച്ചില്ല. എല്ലാ ചോദ്യകർത്താക്കളും ഇവിടെ കാണിച്ചത് നിങ്ങൾ കണ്ടാണ്, പക്ഷെ ആ സ്ത്രീനെ അവിടെ കാണിച്ചില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ഈ ചോദ്യം കൂടി കേട്ടിട്ട് അതിലേക്ക് പോകണോ അതോ ഇപ്പൊ തന്നെ ഉത്തരം പറയണോ? എന്താ വേണ്ട? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇല്ല, പറയാം. അതിന്റെ മുന്നേ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ വെർട്ടിക്കൽ ലൈവ് വരുമ്പോ വിശ്വാസികളൊക്കെ കുറെ കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. ഓ, ഹായ് വിശ്വാസികൾ, സുഖമാണല്ലോ അല്ലേ? അല്ല, ഞാൻ വന്നതുകൊണ്ട് ഇന്ന് വ്യൂവർഷിപ്പ് കുറയോ? വെർട്ടിക്കൽ ലൈവ് വിശ്വാസികൾ ഞാൻ ഇരിക്കുമ്പോ അവരെന്റെ ഔറത്ത് കാണൂലേ? അപ്പൊ ഞാൻ സ്ട്രീം യാർഡിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ബ്ലർ ചെയ്താലോ? ബെസ്റ്റ്. ഒരു പർദ്ദട്ടാ പോരെ, അല്ലെങ്കിൽ അവരോട് കണ്ണു മൂടാൻ പറഞ്ഞാ പോരെ? അതല്ലേ കുറച്ചുകൂടി എളുപ്പം. പർദ്ദ ഞാൻ ഇടൂല. എന്നാ പിന്നെ അവര് കണ്ണു മൂടട്ടെ, അതല്ലേ വേണ്ടത്? അതെ, അവര് സഹിക്കട്ടെ. അപ്പൊ ഇതില് ഈ കുട്ടീനോട് എനിക്ക് പറയാൻ, ഈ കുട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. ഇസ്ലാമിൽ അങ്ങനെ നിയന്ത്രണം ഒന്നുമില്ല. ഇതേ കണ്ട കാരണം വെച്ചാല് ഇതേ ചോദ്യം ഞാൻ നമ്മളെ സ്കൂളിലെ മദ്രസ മാഷിന്റെ അടുത്ത് അറിയാലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെയിം ചോദ്യം. ഓക്കെ, അപ്പൊ മൂപ്പരിനോട് അന്ന് പറഞ്ഞത്, അങ്ങനൊന്നല്ല, ഇസ്ലാം അങ്ങനൊന്നല്ല, സ്ത്രീകൾക്ക് വേണ്ടി ഒരു സൂറത്തുള്ള ഒരു മതമാണ് ഇസ്ലാം. സൂറ അൻ-നിസ, ആ സൂറത്തുണ്ട്. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് വളരെയധികം പരിഗണന തരുന്ന ഒരു മതമാണ് ഇസ്ലാം. നീ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇമാതിരി ചോദ്യങ്ങളൊന്നായിട്ട് ഇനി വരരുത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ തന്നെ ഞാൻ അന്ന് പോയിട്ട് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ്
ഇത്രയും പരിഗണന തരുന്ന ഒരു സൂറത്താണല്ലോ. അതിൽ ലേശം വായിച്ചാലോ ഞാന്? ആ, സ്ത്രീകൾക്ക് വായിച്ചോളൂ. വേണ്ടിയുള്ള സൂറത്ത്. ഒരു സൂറ മിനിറ്റ് മ്യൂസിക് അൻ-നിസ. മ്യൂസിക് ചേഞ്ച് 1 മിനിറ്റ്. ആ സൂറത്ത് പോരട്ടെ. ആ എക്സാക്ട് വേർഡ്സ് എല്ലാം ഞാൻ പാരഫ്രൈസ് ചെയ്യാണ്, പക്ഷെ നമ്പർ ഒക്കെ ഉണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോളൂ കേട്ടോ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൂറത്ത് 4:34. ഓക്കെ, അതായത് ആണുങ്ങളായിരിക്കും എപ്പോഴും സ്ത്രീകളുടെ ഗാർഡിയൻസ്, എപ്പോഴും ആണുങ്ങളായിരിക്കും. അവർ അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾക്ക് അവരെ തല്ലാം എന്ന് പറയുന്ന ആയത്തുള്ള സൂറത്താണ് സൂറ അൻ-നിസ. അപ്പൊ നിങ്ങൾ പറയാം തലോടി തല്ലുന്നതാണ് നമ്മളെ ലാലേട്ടൻ അതിനടിക്കുന്ന പോലെ അടിക്കുന്നതാന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാട്ടോ. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞോ. അതാണ് ഒന്ന്. 4:34. അതെ 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 ഈ പരിശുദ്ധ വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ തമാശയാക്കരുത്, അത് എനിക്ക് അങ്ങോട്ട് പിടിക്കണില്ല. ആണോ? അതാ സഹിച്ചാളാ. കളഞ്ഞു പോരട്ടെ ബാക്കി. ഓക്കെ, അല്ല ഒരു മിനിറ്റ്, ഈ തല്ലാൻ പറഞ്ഞത് സത്യത്തിൽ നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ WHO പറഞ്ഞിരിക്കുന്നത്. അതേപോലെ 2 തല്ല് കൊടുത്താൽ ഒരു ദാമ്പത്യം രക്ഷപ്പെടുകയാണെങ്കിൽ 2 തല്ല് കൊടുത്താൽ എന്താന്നാണ് ബാലുശ്ശേരി ചോദിച്ചത്? ബ്രദർ ആസ്ക്ഡ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓ ഓ സ്റ്റക്കായോ ഞാൻ? ഓ ഇല്ല, ബ്രദർ സ്റ്റക്കായോ? ഇല്ല, ഒരിക്കലും ബ്രദറിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അതിന്റെ ഉത്തരവും സൂറ അൻ-നിസയിലുണ്ട്. എന്താണത്? അത് നമുക്കൊന്ന് വായിച്ചാലോ. 4:128. അതായത് ഇഫ് എ വുമൺ ഫിയർസ് ക്രൂവൽറ്റി ഓർ ഡെസേർഷൻ ഫ്രം ഹെർ ഹസ്ബൻഡ് there is no blame upon them and they should reconcile with mutual agreement. അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അടുത്ത് നിന്ന് പുരുഷന്മാർ അവരെ അനുസരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്രൂവൽറ്റി ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് കല്ലി വല്ലി, മനസ്സിലായില്ലേ? അത് നിങ്ങളോണ്ട് ശരിയായിക്കോളാ. പക്ഷെ 4:34 അനുസരിച്ച് ഇതേ സാധനം സ്ത്രീ ചെയ്യുകയാണെങ്കിൽ അടിക്കുക. അപ്പൊ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു സ്ഥലത്തേ ഉള്ളൂ എന്ന് ഞാൻ പറയണം. അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സൂറത്താണ് സൂറ അൻ-നിസ. പോരെ? അപ്പൊ അന്ന് ഉസ്താദ് പറഞ്ഞ കിട്ടി. വളരെ ഉപകാരം, വളരെ നന്ദി. അപ്പൊ അന്ന് ഉസ്താദ് പറഞ്ഞിട്ട് ഈ സാധനം പോയി വായിച്ചപ്പോ എന്താ തോന്നിയത് ആസ് എ കുട്ടി? അല്ല, ഞാൻ വീണ്ടും വായിച്ചു. ഇനിയുണ്ട് 4:11. ആണുങ്ങൾക്ക് സ്ത്രീകളെക്കാട്ടിയും ഡബിൾ ഇൻഹെറിറ്റൻസ്, ഡബിൾ സ്വത്ത് കിട്ടും ആണുങ്ങൾക്ക്. അതുള്ള സൂറത്ത് തന്നെ കേട്ടോ. ഇതൊക്കെ സ്ത്രീകൾക്കുള്ള സൂറത്തിലുള്ളതാണ്. പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആണുങ്ങൾക്ക് വെക്കാം 4:3, ഓൾസോ സൂറ അൻ-നിസ. ഓക്കെ, അതുകൊണ്ട് പിന്നെ ആണുങ്ങൾക്ക് വ്യഭിചാരം വിലക്കുന്ന ഒരു സൂറത്തുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹൗ കിട്ടി, ഇതെങ്കിലും സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിരിക്കുമല്ലോ, കഴിച്ചലായി. എന്താണ് അതിൽ പറയുന്നത്? വ്യഭിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ആസ്ട്രിക്സ് ഇട്ടിട്ട്. ഫീമെയിൽ ക്യാപ്റ്റീവ്സ്, വലങ്കൈ ഉടമപ്പെടുത്തിയവരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. 4:24. അങ്ങനല്ല, പൂഷാം കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കും. ഓക്കെ, പൂഷാം. ഓക്കെ, അതുണ്ട് കേട്ടോ. അതുണ്ട് സൂറ അൻ-നിസ. എത്ര മനോഹരമായ സൂറത്ത് അല്ലെ? പിന്നെ 4:15 ലാസ്റ്റത്തെ കൂടെ ഞാൻ വായിക്കാം. അതായത് ഒരു സ്ത്രീയും പുരുഷനും അൺലോഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നു. അതിപ്പോ ചീറ്റിങ്ങോ എന്തേ തരത്തിലുള്ളതായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നാമത് 4 വിറ്റ്നസ്, റേപ്പ് ആവാം, നിങ്ങൾ 4 വിറ്റ്നസിനെ കൊണ്ടുവരണം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അപ്പൊ 4 വിറ്റ്നസിന്റെ മുന്നിലിട്ടിട്ടാണ്. എന്ത് തോൽവിയാണ് ആ 4 പേര് ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് കടക്കുന്നില്ല. എനിവേ, എന്നിട്ട് എന്താണ് അപ്പൊ നിങ്ങളേക്കും എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ശിക്ഷ കിട്ടല്ലോ. അങ്ങനെ പറയുന്നത് അല്ല, ആ 4 പേരുടെ മനസ്സിൽ പോകുന്ന ചിന്ത എന്തായിരിക്കും ഇത് കണ്ടോണ്ടിരിക്കുമ്പോ? വൃത്തിയോട് പറയല്ല. അല്ല, ഞാൻ കാര്യമായിട്ട് വെക്കുക, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി സാക്ഷി പറയാൻ. എത്രയും പെട്ടെന്ന് തീർന്നിട്ട്. ഓക്കെ, ഞാൻ വേറെ തരത്തിൽ ആലോചിച്ചു. 5 മിനിറ്റ് എന്ത് പറയാ? നീ പോയ ഇവിടെ 4 പേര് മതി. നീ അവിടെ എവിടെയും പോയി നോക്ക്, വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? നീ വേറെ പോയി നോക്കി, ഇവിടെ 4 പേരെ കോറം തയ്ഞ്ഞു. അപ്പൊ ഈ കോറം തികച്ച് ഇവര് നല്ല അടിപൊളിയാക്കി 4 പേരുമായിട്ട്. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്ത് സംഭവിക്കുന്നത്? They confine the guilty woman to the house until death takes them or Allah orders for them. അപ്പൊ അതിലുള്ള പുരുഷൻ എവിടെ പോയി? ഈ പെണ്ണ് ഒറ്റയ്ക്കാണോ ഈ സംഭവം ചെയ്തത്? അതിൽ സ്ത്രീക്ക് മാത്രമുള്ള ശിക്ഷ. അതാണ് 4:15. അപ്പൊ ഞാൻ ഇപ്പൊ ഇതുവരെ വായിച്ചതൊക്കെ സൂറ അൻ-നിസന്റെ എന്റെ മദ്രസ മാഷ്
പറഞ്ഞ ഇതാണ് കേട്ടോ സൂറത്ത്. ഞാൻ പോയി വായിച്ച് അതോടുകൂടി ഞാൻ ഇസ്ലാം വിടുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ ഇത് തിരിച്ച് ഇടയ്ക്ക് നമ്മൾ ചിലവരൊക്കെ തിരിച്ചു പോവോ എന്നുള്ള ഒരു പേടിയുണ്ടല്ലോ, അതിന് വേണ്ടി ഞാൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും തിരിച്ചു പോകാൻ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോ പുരുഷൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് മതം കൊള്ളാലോ എന്ന് തോന്നില്ലേ ചെയ്യാ? ഇതിപ്പോ എനിക്കിപ്പോ നഷ്ടബോധമാണ് തോന്നുന്നത്, നഷ്ടബോധം. അതാണ് സ്ത്രീ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോ, സ്ത്രീകൾക്കുള്ള സൂറത്തിലുള്ളതാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. അപ്പൊ പുരുഷന്മാർക്കുള്ളതിലൊക്കെ എമാര് വൃത്തികൾ ഉണ്ടാവും ഞാൻ പറയട്ടെ. നിങ്ങൾ അത് ഇമാജിൻ ചെയ്തോളി. അത് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞോ. മറ്റേ ഹൂറികളുടെ വർണ്ണന ഉസ്താദ് പറയണുണ്ടല്ലോ ഇവിടെ, വേണോ? അത് വീണ്ടും കൽപ്പിക്കണം. വീണ്ടും കേൾപ്പിച്ചാളയാം. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, എന്ത് പറയണത്? അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ വേറെ കുറച്ച് സ്ത്രീ വരുന്നത് പറയാം. ഇത് 2282. അതായത് സ്ത്രീയുടെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ അത് പുരുഷന്റെ പകുതി അതിൽ വരുന്നുള്ളൂ ഒരു കോടതിയിൽ പോവാണെങ്കിൽ. പിന്നെ ഹിജാബ് നിയമം സ്ത്രീകൾക്ക് എക്സ്പ്ലിസിറ്റ് ആണ്. പുരുഷൻ കണ്ണ് താഴ്ത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ണൊക്കെ നിങ്ങൾ എത്ര താഴ്ത്തുന്നെന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കാം. 33:59 എഹസാബ്. ഓക്കെ. പിന്നെ സ്ത്രീക്ക് എപ്പോഴും ഒരു വലി അല്ലെങ്കിൽ ഒരു മെയിൽ ഗാർഡിയൻ വേണം. അവരുടെ കല്യാണത്തിന് പോലും അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ജീർണിച്ച മതമാണ് ഇസ്ലാം. പിന്നെ ട്രിപ്പിൾ തലാക്ക് വരുന്നുണ്ട്. മൊത്തത്തില് സ്ത്രീകൾക്ക് റെസ്ട്രിക്ഷൻ മാത്രം കൊടുക്കുന്ന ഒരു മതമാണ്. ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ആ ചോദ്യം ചോദിച്ച പെൺകുട്ടി ഇവിടെ എവിടെയെങ്കിലും കറങ്ങിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യം ഏതാണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി പുരുഷന് വേണ്ടി എന്താ പറയണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് കേട്ട് കളയാം. പെൺകുട്ടി സൂറ അൻ-നിസ ഒന്ന് ഇരുത്തി വായിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതൊക്കെ വായിച്ചിട്ട് ഉസ്താദിനോട് എന്ത് പറഞ്ഞു പോയിട്ട്? ഉസ്താദെ ഞാൻ നിസാവ് വായിച്ചുട്ടോ എന്ന് പറഞ്ഞോ? എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു തല്ലുകൊള്ളിയായി നടന്നപ്പം മാഷ എന്നെ വിളിച്ചിട്ട് 2 പുസ്തകം തന്ന്. അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക, പിന്നെ വേറെ എന്തോന്നും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. കാരണം തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇയാളെ പോയി കാണണ്ടേ, അതുകൊണ്ട് കൊടുത്തില്ല. വായിച്ചിരുന്നോ? പുസ്തകം വായിച്ചു? വൃത്തിയോടെ ഞാൻ വായിക്കല്ലേ, അതെവിടെയോ കളഞ്ഞു. ശരി, വീട്ടിലിരിപ്പുണ്ട്? അത് വീട്ടിലിരിക്കുന്നുണ്ടാവും ചിലപ്പോ. ഇപ്പൊ ആരാണെന്നൊക്കെ മനസ്സിലായല്ലോ. ഈ പുസ്തകം വീട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കിക്കോളൂ ആളാരാന്നിപ്പോ പിടിയിട്ട്. ഇല്ല ഇതെല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഇത് എനിക്ക് സ്വന്തം, എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ. അതെ, ആ വീട്ടിൽ ഇത് കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കൂളിംഗ് ക്ലാസ് വെച്ച് നടക്കുന്നത് ആരാണെന്ന്. ഒറ്റ കൊടുത്തല്ലേ? അതെ, സ്ത്രീകൾക്ക് ഇല്ലാതെ മറ്റേ സ്വാതന്ത്ര്യമുള്ള മതല്ലേ, പിന്നെന്താ പ്രശ്നം? ഓക്കെ, അപ്പൊ നമുക്കിത് ഉസ്താദ് നമുക്ക് പുരുഷന്മാർക്ക് ഞാനിത് കേൾപ്പിക്കണം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുർആനിൽ ഈ പറയുന്ന ഇസ്ലാമിൽ എന്താണ് ഈ പഠിപ്പിക്കണേന്നുള്ളത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ മാതിരി സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആരായാലും കാർക്കിച്ച് തുപ്പും, അതാണ് ഉണ്ടാവുക. ഒന്ന് കേട്ട് കളയാം. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മ്യൂസിക് ഉഷാറല്ലേ? മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. സമപ്രായക്കാരികളായ സഹോദരിമാർ ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് ആ വാക്കെല്ലാരും പഠിച്ചു, ഖവാഇബ. അതെ, പരിശുദ്ധ റമളാൻ മാസത്തിലുള്ള വയലാണ് മക്കളെ നിങ്ങളിപ്പോ കേൾക്കുന്ന. ആമീൻ. ആ വാക്കെന്താ പറഞ്ഞത്? എല്ലാരും പഠിച്ചു വെച്ചോ. നീ ആള് കവായിബ ആണല്ലോ. ഇതൊന്നും ആരടുത്ത് പോയി പറയണ്ട കേട്ടോ. നമ്മളെ മറ്റേ ലീഗിന്റെ സമ്മേളനത്തിൽ പോയിട്ട് മറ്റേ കാഫിറിന് പ്രാകണ പ്രാർത്ഥന പോലെയാണ്. അറബിയിലായതുകൊണ്ട് ആർക്കും അറിയില്ല. അവളുടെ കവായിബ കൊള്ളാലോ. ആരിഫ് സ്ത്രീവിരുദ്ധത പറയുന്നു. ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്ത്രീവിരുദ്ധമാണത്. ഇത് ഹലാൽ സ്ത്രീവിരുദ്ധതയാണ്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെയാണ്. അപ്പൊ ബാക്കി കേൾക്കാം. റമളാൻ മാസത്തിലെ പ്രസംഗമാണ്, ആരും വിട്ട് കളയരുത്. വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ
വഹൂറുൻ ഈൻ. ആഹാ. ഹൂറുല്ലിങ്ങളുണ്ട്. കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. സ്വർഗീയ തരുണിമണികള് കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ആ ഞാൻ ഇത്ര മതി. ഇത് കേട്ട് കേട്ട് നിങ്ങൾ മടുത്ത സാധനങ്ങളായിരിക്കും. ഏതായാലും കാര്യം പിടികിട്ടിയല്ലോ. ഇതൊക്കെയാണ് ഖുറാനിലുള്ള സാധനങ്ങൾ. ഇവിടെ പല ആളുകൾ പുതിയ ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കണം ഇതൊക്കെയാണ് ഖുറാനിലുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഇതുപോലുള്ള വളരെ മികച്ച ഇൽമ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇത് ആദ്യമായിട്ട് വന്ന ആളുകൾക്ക് വെൽക്കം. ഇതുപോലുള്ള വളരെ നല്ല കോണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒഴിവുവേളകൾ ആനന്ദകരമാക്കണമെങ്കിൽ ഖുറാനൊക്കെ എടുത്ത് വായിക്കാം. എനിക്കറിയാം. അതെ അതെ യെസ് അതാണ് കഥ. യാ അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യത്തിലേക്ക് കടന്നാലോ? ചോദ്യത്തിലേക്ക് കടക്കാം. യാ ഇസ്ലാമിക സ്കൂളിൽ ഏറ്റവും കുട്ടികൾ പഠിക്കുന്ന അവിടെ ടീച്ചറും എൻ്റെ മോള് അവിടെ സ്റ്റുഡൻറ്റുമാണ്. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ചെറുതാവുമ്പോൾ എല്ലാ ആക്ടിവിറ്റികളിലും ചെറിയ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പങ്കെടുക്കാം. എന്നാൽ കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് ആൺകുട്ടികൾക്ക് മാത്രമായി പങ്കെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഇതാണോ മതപരമായ കാര്യമാണോ? ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞാൽ ആണ് കഥ. എൻ്റെ സ്കൂളിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ. ആ പറഞ്ഞോ. എൻ്റെ സ്കൂളിൽ ഇങ്ങനെയായിരുന്നു പറയാം. ആ എങ്ങനെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വരാൻ പറ്റില്ല? 7ാം ക്ലാസ് മുതൽ പെൺകുട്ടികൾക്ക് പറ്റില്ല. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതായത് ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ വരുമല്ലോ. ആനുവൽ ഡേ വരുന്ന സമയത്ത് അതുവരെ ഡാൻസ് കളിക്കുകയും എല്ലാത്തിനും നിന്നിരുന്ന ആളുകൾ ഒരു ക്ലാസ് എത്തിയപ്പോൾ ഇവരാരും ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ എല്ലാവരും മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പോയി ഇങ്ങനെ നമ്മൾ നിങ്ങൾക്ക് എന്താ ഇത്തവണ പരിപാടിയൊന്നും ഇല്ല, നിങ്ങളെന്താ പ്രാക്ടീസ് ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയാണ് ഇല്ല ഈ വർഷം മുതൽ നമുക്കില്ല എന്ന് പറയാണ്. അന്നാണ് ഞാനത് തിരിച്ചറിയുന്നത്. അത് 7ാം ക്ലാസ്സിലെ 6ലോ കണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതാണ് കഥ. അത് നമ്മുടെ സ്കൂളിൽ അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് അതിന് ശേഷം +1 തോന്നുന്നു അവിടെ ചില നിയമങ്ങളൊക്കെ മാറി. അങ്ങനെ മാറിയ സമയത്ത് ഒരു ആനുവൽ ഡേക്ക് ഇതേപോലെ ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺകുട്ടികൾ പോയിട്ട് ഡാൻസ് കളിച്ചു. ആ സിനിമ ഏതാ ഒരു പാട്ടുണ്ടല്ലോ മറ്റേ ലേ ജലേജ സോണിയ ലേ ജലേജ, ആ പാട്ട് വെച്ചിട്ടൊരു ഡാൻസ് കളിച്ചു. അത് കളിച്ചപ്പോൾ വലിയ വിവാദമായി. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം ആ ഡാൻസ് തുടങ്ങുന്ന സമയത്ത് അവർ സ്റ്റേജിൽ അങ്ങോട്ട് ഫേസ് ചെയ്യും, മീൻസ് മൂഡ് പുറത്തേക്ക് കാണിച്ചിട്ട് കുലുക്കി എന്തോ ഡാൻസ് കളിച്ചു. ഇത് വലിയ പ്രശ്നമായി. ഇതാണ് അവർ പറഞ്ഞത്, അങ്ങനെ കളിക്കാൻ പാടില്ല, നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നേരെ നിന്ന് കളിച്ചാൽ മതി, ആരോ നിങ്ങളോട് തിരിഞ്ഞ് നിന്ന് കളിക്കാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നമായി. അങ്ങനെ ഇവർ എന്നിട്ട് വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വരുന്നു, എന്തൊക്കെ പുകയിലായിരുന്നു. നിങ്ങളോട് കളിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കളിക്കാൻ ആരാ പറഞ്ഞതെന്നായി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ആരും ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയില്ല. അങ്ങനെ അവസാനമാണ് പുറത്തെത്തുന്നത് ഇവർ മൂട് കുലുക്കി കളിച്ചു എന്ന്. പാട്ട് ഇതായിരുന്നു ലേ ജ. ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. ഇപ്പോൾ ആ കുട്ടികൾ നമ്മളെ ബാച്ച്മേറ്റ്സ് ഈ പറയുന്ന ആളുകൾ കേൾക്കുന്നുണ്ടാവും. ചില ആളുകളൊക്കെ മതമൊക്കെ ഉപേക്ഷിച്ച് വേറെ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളോട് വന്ന് പറയാറുണ്ട്. പക്ഷേ ഈ 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഡാൻസ് ഒന്നും ഇല്ലേ എന്ന് ഞാൻ ചോദിച്ച പെൺകുട്ടീനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് പുള്ളിക്കാരി ഇപ്പോൾ വലിയ വിശ്വാസിയാണ്. ആ വലിയ വിശ്വാസിയാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയത്തിൽ ഈ സേവ് പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്തൊരു ചിത്രത്തിൽ ഇസ്രായേലിൻ്റെ ആ മാപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് ഇതിനകത്ത് മൊത്തം പാലസ്റ്റൈൻ്റെ കൊടി. ഓക്കെ മൊത്തം. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെ ശരിയാവുക? അപ്പോൾ ഇസ്രായേൽ ആ രാജ്യം മൊത്തം എടുത്തിട്ട് പാലസ്റ്റൈൻ്റെ കൊടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യു ആർ സ്പീക്കിംഗ് ഓർ യു ആർ സിഗ്നലിംഗ് ജനോസൈഡ്. ഇസ്രായേൽ അവിടെ പോയി, അവിടെയുള്ള ജൂതന്മാരവിടെ പോയി. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അത്രമാത്രം കുട്ടി മിണ്ടുന്നില്ല. ഇതാണ് ഇന്നത്തെ ആളുടെ അവസ്ഥ. അപ്പോൾ അതുവരെ 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ ഡാൻസൊക്കെ കളിച്ച് നടന്നിരുന്ന ആളാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് തലയിൽ മതം കയറി. ഇപ്പോഴും ആ മതം കൊണ്ട് കിടക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. യെസ്, ബാക്കി പറഞ്ഞോളൂ. ഇതിൽ ഈ റെസ്ട്രിക്ഷൻ നമ്മൾ ഈ അടുത്ത് തന്നെ 2 ദിവസം മുന്നേ മറ്റേ കാസർഗോഡ് ഏതോ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഏതോ ഒരു പാട്ടുകാരൻ വന്ന ആ വീഡിയോ ഉണ്ടോ? ആ കുട്ടി പറയുന്ന വീഡിയോ ഉണ്ടോ കയ്യിൽ? ഓ പറഞ്ഞ മാതിരി നമ്മളുടെ മനസ്സിലായി. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി ഇട്ടിരുന്നു. ശരിയാ, എവിടെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കാം, പറഞ്ഞോളൂ. ഹനാൻ ഷാഡ് അല്ലേ? ആക്ച്വലി അപ്പോഴാണ് എനിക്ക് ഭയങ്കര തള്ളവായി പഠിച്ചത്. കാരണം ഈ പാട്ടുകാരൻ എനിക്ക് അറിയില്ല, എല്ലാവർക്കും അറിയാം ഈ പാട്ട്. ആരിഫിനെ അറിയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൾ ആരോ ഒന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനലൊരു ചങ്ങാതി ഒന്ന് പറഞ്ഞില്ലേ,
ആ അതാണ് ഹനാൻ ഷാ കാരണം പെണ്ണ്. ഹനാൻ ഷാ കാരണം പെണ്ണില്ല. അപ്പോഴാണ് ഇയാളെന്തോ ഭയങ്കര റിലീജിയസ് ഒക്കെ ആണെന്ന് തോന്നുന്നു ഈ പാട്ടുകാരൻ. അപ്പൊ എനിവേ അപ്പൊ അതില് കുറെ, അപ്പം അറിയാത്തവർക്ക് വേണ്ടി എല്ലാവർക്കും അറിയാം. എനിവേ അതില് ഈ ഒരു ഷോ ആയിരുന്നു. അപ്പൊ കുറെ പർദ്ദയിട്ട കുട്ടികളും മുസ്ലിങ്ങളായിട്ടുള്ള കാസർഗോഡുള്ള കുറെ പെൺകുട്ടികൾ അത് കാണാൻ വേണ്ടി പോയി. പക്ഷെ ആ ഷോ എന്തോ കാരണത്താൽ നടന്നില്ല എന്തോ, എനിക്ക് ശരിക്കും ഇഷ്യൂ അറിയില്ല. പക്ഷെ അതിനുശേഷം മൊത്തം സ്ലട്ട് ഷേമിംഗ് ആണ്. എന്താണ് ഈ കുട്ടികൾ പർദ്ദയിട്ടിട്ട് ഇത് കാണാൻ പോയത്? സ്ത്രീകളെ ആരാ അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇവരുടെ ഭർത്താക്കന്മാരും അച്ഛന്മാരും തേങ്ങ പറിക്കാൻ പോയതായിരുന്നു. അവരെങ്ങനെ വിട്ടു? അവരെങ്ങനെ അവിടെ എത്തി? അവരെങ്ങനെ ഇത് കാണാൻ പോയി എന്നൊക്കെ തരത്തില് ഒരുപാട് ബുള്ളിങ്. കുട്ടി പറയുന്ന കേൾക്കാം. കേട്ടോ. അത്രമാത്രം അതിനെ കുറിച്ച് പറയാം. കാസർഗോഡ് നടന്ന പ്രശ്നമെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ഹനാൻഷ വന്നിട്ട് അതിനെ കുറിച്ച് എനിക്ക് എന്ത് പറയാനില്ല. ആവാത്ത പണിക്ക് നിൽക്കണ്ടാഞ്ഞി. അത്രമാത്രം അതിനെ കുറിച്ച് പറയാനുണ്ട്. അത് പറയരുത്. ഞാൻ വന്നിട്ട് അതിനല്ല. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ വോയിസും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ബുർക്കെട്ടിട്ട് കിഞ്ഞി ഹനാൻഷ വരുന്നെല്ലാം ഹറാമിന്റെ പണിക്ക് പെണ്ണുങ്ങൾക്ക് ഇഞ്ഞി പിന്നെ ആണുങ്ങൾ അടുക്കാൻ മാപ്പിളമാരില്ലേ പേരിലെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ കേൾക്കട്ടെ. ഈ ഹറാമിന്റെ പണി ആണുങ്ങൾക്ക് സ്പെഷ്യൽ, പെണ്ണുങ്ങൾക്ക് സ്പെഷ്യൽ ഉണ്ടാ? ഹറാമ് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും അത് ഹറാം തന്നെയല്ലേ? ഈ ആണുങ്ങളെല്ലാം ഉണ്ടത് മരത്തിന്റെ മുകളിലും ബാരിന്റെ മുകളിലും കുണ്ടിന്റെ ഉള്ളിലല്ലോ അല്ലോ. അപ്പൊ ആണുങ്ങൾക്കാവുമെങ്കിൽ എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ആയിക്കൂടാ? അപ്പൊ നിങ്ങൾ ചെല്ലണ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത പ്രോഗ്രാം ഒന്ന് കാസർഗോഡ് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കാണണ്ടേ? ഞാൻ മൂന്നാട്ടാറെന്നല്ലേ. പിന്നെ ബുർക്കെട്ടിരിക്കുന്നല്ലേ, ബുർക്കെട്ടെന്ന് വിട്ടിട്ട് അങ്ങ് പ്രശ്നമാവും. നിങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ നിങ്ങൾ ചെല്ലു പറന്നിട്ടൂടെ നെക്കുന്ന തുണിയാകും. ബുർക്കെട്ടിട്ട് വന്നാൽ ബുർക്കെട്ടിരിക്കുന്നതായി പ്രശ്നം. അത് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഹറാമ് പെണ്ണുങ്ങൾക്ക് കാണണ്ടേ ഇങ്ങനത്തെ ഒന്നും പ്രോഗ്രാമും കാര്യമൊന്നും? ഈ അടുക്കണ്ട മാപ്പിളമാരെല്ലാം ഭാര്യ നോക്കാൻ വേണ്ടിട്ട് മുമ്പേ കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് നിന്നിട്ടുണ്ട്. അതിനൊന്നും കഥയില്ല. എന്ത് പ്രശ്നം വന്നെങ്കിൽ ഈ പെണ്ണുങ്ങളെ നെഞ്ഞിക്കിടുന്നത് ആണുങ്ങൾക്ക് കാസർഗോട്ടാർക്ക് മെയിൻ ഉള്ള ഒരു പ്രോഗ്രാമാണ്. എല്ലാം കൊടുത്തിട്ട് പെണ്ണുങ്ങളെ നെഞ്ഞിക്കിട്ടറില്ല. ബുർക്കെട്ടിരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ബുർക്കെടാതെ ചെയ്യണം അല്ലേ? പിന്നെ ഒക്കൂന്ന് എന്ത് പറയുക? പെണ്ണുങ്ങളെ നെഞ്ഞിക്ക് ആണുങ്ങൾക്ക് ആണെങ്കിൽ പെണ്ണുങ്ങൾക്കും കാണണം. ഞങ്ങളുടെ നാട്ടിൽ പ്രോഗ്രാമൊക്കെ ഞങ്ങൾക്കും കാണണം. എന്തെന്ന് യെസ്. അപ്പോൾ ഇത് പിന്നീട് വാർത്തയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചില മീഡിയയിലൊക്കെ വന്നതായിട്ട് കണ്ടു. എന്തെന്ന് ഇത് നിങ്ങൾക്ക് ആണുങ്ങൾക്ക് മാത്രം എന്ത് സ്പെഷ്യലാ? ഞമ്മക്ക് പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ ഞമ്മളും കേൾക്കും, നിങ്ങളും കേൾക്കും, എല്ലാവരും ആഞ്ഞ് കാഞ്ഞ് കീഞ്ഞ്. ഇത് നേരിട്ട് കേട്ടാൽ പോലും മനസ്സിലാവില്ല. വല്ലാത്ത ഭാഷ. അത് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ തോന്നിയാ? തൃശ്ശൂർ സ്ലാങ് ഇടയിൽ വന്ന് അപ്പൊ എന്തോ ഒരു ഒത്തില്ല. ബാക്കി പറഞ്ഞോളൂ. ബാക്കി പറഞ്ഞു. അപ്പൊ ഇത് ദൈനംദിനമായിട്ട് നടക്കുന്നതാണ്. ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. നന്നായി ഓർമ്മിപ്പിച്ചത്. സ്ത്രീകൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷനേ ഉള്ളൂ. ഇതന്നെ ഷെയിം. എന്ത് പരിപാടി വന്നാലും എന്ത് ഇഷ്യൂ വന്നാലും ഇത് ഒരു പബ്ലിക് പ്രോഗ്രാം. ഇതുപോലെ തന്നെയാണ് വീട്ടിലും. കുട്ടിയെ എവിടെയെങ്കിലും വൈകുന്നേരം എന്തെങ്കിലും കുട്ടികളുടെ കൂടെ കറങ്ങാൻ പോയാലോ എല്ലാത്തിനും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി തന്നെയാണിത്. അതിനെ ഇനി വെളുപ്പിക്കാൻ ഇതിൽ ഞാൻ പണ്ട് പറഞ്ഞതന്നെ ഞാൻ വേണമെങ്കിൽ വീണ്ടും പറയാം. അതായത് ഇസ്ലാമില് നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം അന്വേഷിച്ച് പോവാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ പോവാന്ന് വെച്ചാൽ ഞാൻ അത് മത്തി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കണ മാതിരി ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഒരു മത്തി ഉണ്ട്, നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അത് നടക്കൂല. വെറുതെ അത് വെളുപ്പിക്കാൻ നിന്നിട്ടും കാര്യമില്ല. യെസ്, വെരി റൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.